ശ്രീ ഷാബു പ്രസാദ് എക്സ് ഓർ വൈ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണല്ലോ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സെറിമോണിയസ് ആയിട്ടുണ്ട് വേണം എന്നുള്ളത് നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രശ്നമല്ലേ. ഒരു വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയാണല്ലോ, സെക്കൻഡ് ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ് വൈസ് പ്രസിഡന്റേത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു രാത്രി ഇറങ്ങി പോവേണ്ട ആളാണോ എന്ന ഒന്നാമത്തെ ചോദ്യം. അത് ജഗദീപ് ധൻഖർ ആയതുകൊണ്ടല്ല, ഉപരാഷ്ട്രപതി ഇങ്ങനെ ഒരു പാതിരായ്ക്ക് ഇറങ്ങി പോവേണ്ട ആളാണോ എന്ന ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, അദ്ദേഹത്തിന് ഇവിടെ ശ്രീ ശിവദാസൻ സൂചിപ്പിച്ചതുപോലെയുള്ള കുഴപ്പങ്ങൾ അല്ലെങ്കിൽ പരിഗണനയില്ലായ്മകൾ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റിന്റെ മരണത്തിന് പോയ സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ താമസ സൗകര്യം മികച്ചതായിരുന്നില്ല എന്ന പരാതി അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഇപ്പോൾ JD വാൻസിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. BR ഗവായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം നടത്തിയിട്ടുള്ള റിസപ്ഷനിൽ ലൈനപ്പിൽ അദ്ദേഹം പിറകിലായിരുന്നു എന്ന പരാതിയുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിക്ക് കിട്ടേണ്ട ഡ്യൂ കിട്ടുന്നില്ല, ഞാൻ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ അത് ഗവൺമെന്റ് അഡ്രസ് ചെയ്യണ്ടേ? അഭിലാഷേ, ശ്രീ ജഗദീപ് ധൻഖറെ ഇന്ത്യയുടെ രണ്ടാമത്തെ പൗരനായി ഈ രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റായി അവരോധിച്ചത് BJP ആണ്, ഈ സർക്കാർ തന്നെയാണ്. അവർ അദ്ദേഹത്തോട് അനാദരവ് കാണിച്ചു എന്നൊക്കെ പറയുമ്പം അതിനെ പറയുന്നതിനൊക്കെ ഒരു എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു വിശ്വസനീയത വേണ്ടേ? പിന്നെ ഇവിടെ നടന്ന പൊതുവായിട്ടുള്ളൊരു ചോദ്യം ഞാൻ കേട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ജഗദീപ് ധൻഖർ ഈ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് ആകുന്നത് വിദേശയാത്രകൾ നടത്താൻ വേണ്ടിയിട്ടാണ്. അതായത് വെങ്കയ്യ നായിഡുവിന് 13 പ്രാവശ്യം പോയി, ഇദ്ദേഹത്തിന് 4 പ്രാവശ്യം ഇട്ടുള്ളൂ. അങ്ങനെ ഒരു പരാതിയൊക്കെ ഉണ്ടായിരുന്നു. എന്ത് സില്ലിയായിട്ടാണ് ഇവർ കാര്യങ്ങൾ കാണുന്നതെന്ന് നോക്കൂ. എന്താണ് ഈ പദവിയെ പറ്റിയുള്ള ഇവരുടെ ധാരണ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയൊക്കെ പരാതി പറയുന്ന ഞുള്ളി ബിച്ചി എന്നും പറഞ്ഞുകൊണ്ട് പിറങ്ങിപ്പോകുന്നൊരു മനുഷ്യനാണ് ഇങ്ങനെ ഈ ജഗദീപ് ധൻഖർ രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പം ഇവർക്ക് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള ആ പദവികളോടുള്ള ആ സമീപനം എന്താണ്, ആ ആദരവ് എന്താണ്? നമുക്ക് ആലോചിച്ചാൽ പോരെ എന്ന് മനസ്സിലാക്കാനായിട്ട്. അല്ല അതൊരു ചെറിയ കാര്യമല്ല. ശ്രീ ഷാബു പ്രസാദ് ഇപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ നാടൻ മുറിക്കാൻ പോകുന്ന കാര്യമല്ല. ഇത് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഇവന്റ്സിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാനുള്ള അവകാശത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അവിടെയാണ് ഹമീദ് അൻസാരി ഇന്ത്യ എന്ന നിലയിൽ 28 ഒക്കേഷൻസിൽ പങ്കെടുക്കുമ്പോൾ 4 തവണ അദ്ദേഹം 35 മാസം ഇരുന്നു. 10 വർഷമാണ് ഹമീദ് അൻസാരി. ഇദ്ദേഹം 35 മാസം എന്ന് പറയുന്നു. ഹമീദ് അൻസാരി എത്ര മാസം കണക്ക് നോക്കുകയാണെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് പിണക്കമുണ്ടെന്നൊക്കെ പറയുന്നത് കഴിഞ്ഞാൽ ശരി, നിങ്ങൾക്കത് ഓരോരുത്തർക്ക് അവരവരുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. അതിലൊന്നും എനിക്ക് അതൊക്കെ അങ്ങനെ നടക്കട്ടെ. അതുപോലെ ഇവിടെ പറയുന്നത് കേട്ടു, അദ്ദേഹത്തിന് ഫോണിൽ കിട്ടുന്നില്ല. അദ്ദേഹത്തിന് ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിനെ ഫോണിൽ കിട്ടണോ വേണ്ടയോ, അദ്ദേഹത്തിനെ ബന്ധപ്പെടണോ വേണ്ടയോ എന്ന് അദ്ദേഹം മാത്രമാണ് തീരുമാനിക്കുന്നത്. ഇത് പറയുന്ന ഘട്ടത്തൊന്നും സർക്കാർ അദ്ദേഹത്തെ വിളിച്ച് വീട്ടുതടങ്കലിൽ ഇട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തെ ഫോൺ കിട്ടുന്നില്ല. പ്രതിപക്ഷ നേതാവിനോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലെന്നേ. അതുകൊണ്ടാവും അദ്ദേഹത്തിന്റെ ചോയ്സാണ്. ആര് വിളിച്ചാൽ ഫോൺ എടുക്കണം, ആരോട് സംസാരിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷേ അത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ് എന്ന് പറയുമ്പോൾ ഉയരുന്ന പല ചോദ്യങ്ങളുണ്ട്.